അപ്പോൾ ആദ്യം തന്നെ എങ്ങോട്ടേക്കാ? ശബരിമല പോവാം. കാരണം നമ്മൾ എല്ലായ്പ്പോഴും പറ്റുന്ന ദിവസങ്ങൾ പരമാവധി നമ്മൾ ശബരിമലയിൽ സന്നിധാനത്ത് നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നമുക്കൊരു ഗുരുസ്വാമി അവിടെ ഉണ്ട്, അരുൺ കൊടുങ്ങൂർ. അപ്പോൾ നമുക്ക് സന്നിധാനത്തേക്ക് പോകാം എന്ന് തോന്നുന്നു. ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം 1,00,000-ഓളം ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ആരംഭിച്ച തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. അരുൺ കൊടുങ്ങൂറൊപ്പം ചേരുന്നുണ്ട്. അരുൺ, സന്നിധാനത്ത് നല്ല തിരക്കാണ്. ഇത്തവണ നിരവധി ഭക്തർ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായുള്ള തിരക്കാണ് ഈ കുംഭമാസം 1-ാം തീയതി മുതൽ ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ദിവസവും ഉള്ളത്. എന്തായാലും പുലർച്ചെ 5 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ആ ഒരു വലിയ തിരക്കിന് ഇപ്പോഴും ശമനമില്ല. എന്തായാലും നടപ്പന്തലിൽ തിരക്ക്, അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവർ തീർത്ഥാടകർ മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ഈ ഭഗവാനെ ഒന്ന് ദർശിക്കാനാകൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ളൊരു തിരക്കിൽ തന്നെയാണ്. മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഇപ്പോൾ സമാനമായ രീതിയിൽ മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി അടയ്ക്കും. നാളെയും വലിയ തിരക്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ 50,000-ഓളം ഭക്തരാണ് ഭഗവാനെ ദർശിച്ചത്. ഇന്നും 1,00,000-ഓളം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു വലിയ തിരക്കിൽ തന്നെയാണ് ശബരിമല സന്നിധാനം ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമാണ് ഈ ഭഗവാനെ ദർശിക്കാനാകുക എന്നതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നാളെയും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ്. സാധാരണ കുംഭമാസത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ശേഷം എടുക്കുന്ന അടുത്ത മാസം, ആ മാസത്തിൽ സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാകുന്നതാണ്. പക്ഷേ ആ പ്രവചിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇക്കുറിയും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ മണ്ഡലകാലത്തും അങ്ങനെ തന്നെയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലായിരുന്നു കൃഷ്ണരാജ്. ഇന്നും അങ്ങനെ ഭക്തജന തിരക്ക് ഇങ്ങനെ തുടരുകയാണ്. അയ്യനെ കാണാൻ ആയിരങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച രാവിലെ തന്നെ. അതായത് നമ്മൾ എത്രയോ ദിവസം വ്രതമെടുത്ത് വേണ്ടപ്പെട്ടവരെ കൂട്ടി അവരുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് അവരെ കൈപിടിച്ച് മല കയറി എത്തി ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഇത്രയും ക്യൂ നിന്ന് വളഞ്ഞു വന്ന് ഒടുവിൽ ആ അയ്യപ്പൻ്റെ മുന്നിലെത്തുന്ന 1-2 സെക്കൻഡ് അത്രേ പറ്റൂ. തിരക്ക് പിടിച്ച ദിവസമാണെങ്കിൽ പോലീസ് ഇങ്ങനെ നമ്മളെ മാറ്റിവിടും. അപ്പോൾ ആ 1-2 സെക്കൻഡ് സമയത്തേക്ക് വേണ്ടിയുള്ള എത്ര നാളത്തെ കാത്തിരിപ്പാണ്. പല ഭക്തരും കണ്ണ് നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോകും. ഇനി അവർ അവിടെ നിന്ന് മലയിറങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് അടുത്ത വർഷം വരാനുള്ള ഒരുക്കങ്ങളാണ്. അത് ഓരോ മലയിറക്കവും അടുത്ത മലകയറ്റത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഈ അരുൺ കൊടുങ്ങൂർ. എല്ലായ്പ്പോഴും സന്നിധാനത്ത് തന്നെ ഉണ്ടാകാറുണ്ട്. അവിടുത്തെ അന്തരീക്ഷം അത്രമാത്രം സുന്ദരമാണ്.